ഇത് കുറച്ച് കടലപ്പരിപ്പാണ്. ഇത് ഞാൻ കുറച്ച് ഒരു മണിക്കൂറിന് മുമ്പ് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതാണ്. ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാനാണ്. നല്ല മഴയൊക്കെ അല്ലേ, അന്നേരം നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ ഇത് ഒരെണ്ണം എടുത്ത് കടിച്ച് ഒരു കൊച്ചു സവാള ഞാൻ എടുത്തിട്ടുണ്ട്, അത് കണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഞാനൊരു ശകലം പെരുംജീരകം എടുത്തിട്ടുണ്ട്, തൊനയില്ല, ഒരു ശകലം പെരുംജീരകം. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ശകലം കരിയാപ്പില. നമുക്ക് ഇഞ്ചിയും ഈ പെരുംജീരകവും ഈ കടലപ്പരിപ്പും കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇതിനകത്തുണ്ട് നല്ല അരച്ചിട്ട് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടേ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, പെരുംജീരകം അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടേ ഒരു കൊച്ചു സവാള ഞാൻ എടുത്ത് പൊടി പോലെ അരിഞ്ഞ് വെച്ച് അത് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് കൊടുക്കാം. ഈ ഇനി നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില നമുക്ക് പോലെ നല്ല സ്മെല്ല് കിട്ടും, ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ശകലം പച്ചമുളകല്ല, മഞ്ഞൾപ്പൊടി. നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ലോണം നടി വയ്ക്കുക. ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പെരുംജീരകത്തിൻ്റെ കരിയാപ്പില എല്ലാം ഇതിനകത്തോട്ട് നല്ലോണം മിക്സാവും. നമുക്ക് അങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കി വെക്കാം. പിന്നെ ഇതൊന്ന് പരത്തി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോന്ന് നമുക്ക് ഉരുട്ടിയാണ്ട് ഓരോ പാത്രത്തിനകത്തോട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അണ്ടേ എണ്ണ അടുപ്പിൽ വെച്ച് എണ്ണ ചെറുതായിട്ട് ചൂടായി തുടങ്ങി. ഇനി നമുക്കിത് ഓരോന്നും ഈ ഉരുട്ടി വെച്ചേക്കുന്നത് പരത്തി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഓരോന്ന് ഞാൻ ഉരുട്ടി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇത് നല്ല കയ്യിലെ വെള്ളയിലോട്ട് വെച്ചിട്ട് ഒത്തിരി അങ്ങ് പരത്തിയൊന്നും ചെയ്ത് കുറച്ച് പരത്തിയാൽ മതി. തീ ഒത്തിരി ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം സൈസ് തീയിലിട്ട് വേണം ഇത് എടുക്കാൻ, അല്ലെങ്കിൽ ആഹാരം ചിലപ്പം എന്ത് വരത്തില്ല. അങ്ങനെ നമുക്ക് ഓരോന്ന് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് പകർത്താം. അങ്ങനെ തന്നെ നമ്മൾ ആദ്യം ഇട്ട പരിപ്പോടെ റെഡിയായി കഴിഞ്ഞ് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് വെച്ച് അതിനകത്തോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ വേണ്ട നമ്മുടെ ചായയും പരിപ്പോടെ റെഡിയായി കഴിഞ്ഞ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.